എല്ലാവർക്കും സാലിസ് പ്ലേറ്റിൻ്റെ ഓണാശംസകൾ. നിങ്ങളെല്ലാവരും ഓണത്തിൻ്റെ അന്ന് എനിക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, ഓണാശംസകൾ അയച്ചിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. ഓണത്തിൻ്റെ അന്ന് ചെറുതായിട്ട് ഞങ്ങളും ഓണമൊക്കെ ആഘോഷിച്ചു. പക്ഷേ ഞങ്ങളുടെ വലിയ ഓണമെന്ന് പറയണത് ഞങ്ങളുടെ ചർച്ചിൽ വെച്ച് തന്നെ 500 പേരുടെ ഓണാഘോഷങ്ങൾ നടത്താറുണ്ട് എല്ലാ വർഷവും. ഈ ഓണാഘോഷം കൂടി കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ താമസിച്ചു പോയത്. അപ്പോൾ ആഘോഷമായിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാവരും താഴെ ഇറങ്ങി വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഓണത്തിൻ്റെ പ്രോഗ്രാം മുകളിൽ തന്നെ നടക്കുന്നുണ്ട് ഹോളിൽ വെച്ചിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും തിരിച്ച് കയറി പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. എന്നെപ്പോലെ തന്നെയായിരിക്കും നിങ്ങളും അല്ലേ? ചെണ്ടയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു വല്ലാത്തൊരു എനർജി തന്നെയാണ് കിട്ടുന്നത്. ഓണം എന്നത് കേരളത്തിൻ്റെ സ്വന്തം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതിൻ്റെ അകത്ത് ജാതിയോ മതമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാവരും കൂടി ഒന്നിച്ച് കളിക്കുക, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അതിൻ്റെ അകത്ത് ആ സമയത്ത് നമ്മൾ ജാതിയോ മതമോ കാര്യങ്ങളൊന്നും നോക്കില്ല. അവിടെ സ്നേഹം പങ്കുവയ്ക്കൽ മാത്രമേ ഉള്ളൂ. ഈ ഒത്തൊരുമ ഇങ്ങനെ എല്ലാത്തിലും ഉണ്ടാവട്ടെ. ബക്രീദിനും ഓണത്തിനും ക്രിസ്മസിനും എല്ലാം ജനങ്ങൾ ഒന്നിച്ച് പോട്ടെ. അവിടെയാണ് സ്നേഹം കൂടുന്നത്. ഇവിടെ ഓണത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? കൊച്ചു പിള്ളേർക്കാണ് ഏറ്റവും താല്പര്യം. അതായത് കൊച്ചു ആൺപിള്ളേരും കൊച്ചു പെൺപിള്ളേർക്കും ആ ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട്, കലറുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് വന്ന് അതിൽ നിന്നൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക് ആ മുണ്ടൊക്കെ എടുത്ത് അതൊന്ന് മടക്കി കുത്തിയൊക്കെ നടക്കുമ്പോൾ എന്തൊരു ഭയങ്കര ഒരു ആനന്ദമാണ് അവർ. അത് നല്ലൊരു കാര്യമാണല്ലേ? അവരായിട്ട് പാരമ്പര്യം സൂക്ഷിച്ച് കയ്യിൽ വെക്കട്ടെ. ഒരു കാര്യം പ്രത്യേകം പറയണം കേട്ടോ, ഈ കൊച്ചു ആൺപിള്ളേരെ, അതായത് കൊച്ചു ആൺപിള്ളേരും കൊച്ചു പെൺപിള്ളേരെയൊക്കെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് അത് കൊണ്ടുവരാൻ ഇവരുടെ ഈ അമ്മമാർക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ഇവരെക്കൊണ്ടൊക്കെ ഞാൻ ഓണം എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ നടക്കാണ്. പക്ഷേ നമ്മുടെ ആൾക്കാരൊക്കെ ഭയങ്കര ഷൈയാണ്. പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി ഒച്ച പുറത്തേക്ക് വരണില്ല. ഒരു ഹാപ്പി ഓണം പറ. ഓണത്തിൻ്റെ പ്രോഗ്രാമുകളെല്ലാം നടക്കുന്നത് മുകളിലുള്ള ഹോളിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ മുകളിലെ ഹോളിലേക്ക് പോവാണ്. ഒത്തിരി പേര് ഓരോ പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് അവരൊന്നും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ ബാക്കിയുള്ള ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയുമെന്ന് നോക്കാം കേട്ടോ. ഓണം കൊണ്ടാണ് എല്ലാവരും ഈ പ്രോഗ്രാം നടക്കുന്ന ആവശ്യങ്ങളിലേക്ക് ദയവായി കടന്നു വരണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ ഈ വർഷം ഓണാഘോഷം ആവശ്യമുള്ളവർക്ക് കടന്നു വരണമെന്ന് ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒരു ഹാപ്പി ഓണം പറഞ്ഞു എല്ലാവരും. ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. വെരി ഗുഡ്. നല്ല മെരുക്കി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
ഹാപ്പി ഓണം പറ. പലപ്പോഴും ഞാൻ ഹാപ്പി ഓണം പറഞ്ഞേ. വെരി. സദ്യയിലെ ഏറ്റവും അവസാനത്തെ പന്തിയാണിത്. ഇതോടുകൂടി സദ്യ കഴിഞ്ഞേക്കാണ്. ഈ സദ്യ അങ്ങ് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ പള്ളിമുറ്റത്ത് ആവേശോജ്വലമായിട്ടുള്ള വടംവലി, വലിയവരുടെയും കൊച്ചു പിള്ളേരുടെയും ഒക്കെ വടംവലി നിങ്ങൾക്ക് നേരിൽ കാണാം കേട്ടോ. വടംവലി മാത്രമല്ല കേട്ടോ, അവിടെ നടന്നത് ഉള്ളിയടി, അതുപോലെ തന്നെ ബണ്ണുകടി. സാധാരണ നമ്മൾ ഈ ഓണത്തിൻ്റെ ദിവസങ്ങളിൽ നടത്തണ മിക്കവാറും തന്നെ കളികളെല്ലാം തന്നെ അവിടെ നടത്തിയിട്ടുണ്ട്. ആവേശോജ്വലമായ വടംവലി മത്സരം ഇതാ അരങ്ങേറുന്നു. 2ാം റൗണ്ട്. നമ്മുടെ കുഞ്ഞുമക്കൾ ആവേശത്തോടും വാശിയോടും കൂടി ഇവിടെ കാത്തിരിക്കുന്നു. വടംവലി മത്സരത്തിന്റെ അവസാന ഘട്ടമായി തുടങ്ങുന്നു. ഇതാ